நமஸ்காரம். இப்போது அஷ்டமங்கல பிரச்சனை நிறைய நடக்குது. கேரளாவிலெல்லாம் அஸ்ட்ராலஜர்ஸ் வந்துட்டு கொஞ்சம் சீனியர் அஸ்ட்ராலஜர்ஸ் அஷ்டமங்கல பிரச்சனை எல்லாம் செய்து அஷ்டமங்கல பிரச்சனை படிக்கிறதுக்கு மினிமம் ஒரு 5 years 8 years 10 years எல்லாம் படிக்கணும். அந்த மாதிரி எல்லாம் அது പിന്നെ பழக்கம் இருக்குது. நிறைய ஸ்லோகங்கள் இருக்குது. ஒரு நல்ல குருநாதனை கண்டு அவர் கூட நடந்து அஷ்டமங்கல பிரச்சனை எல்லாம் பார்த்து நல்ல எக்ஸ்பீரியன்ஸ் ஆய ஆளுகளுக்கு சீனியர் ஆளுக்காக தான் அஷ்டமங்கல பிரச்சனை செய்வாங்க நார்மலி. அந்த செய்யும்போது அந்த அந்த ഫാമിലിയുടെ ഹോൾ ഹിസ്റ്ററി നമുക്ക് அந்த പ്രശ്നത്തിലെ എല്ലാം തെളിവാக വരും. അത് തെളിഞ്ഞിട്ട് അവർ എന്നാ ദോഷങ്ങൾ കണ്ടുപിടിച്ച് അത് റെമഡീസ് ചെയ്യും. അപ്പോൾ അഷ്ടമംഗല പ്രശ്നത്തിൽ അഷ്ടമംഗലം എന്നൊരു സബ്ജക്റ്റിൽ അഷ്ടമംഗലം എന്ന വാക്കുകൂടെ അർത്ഥം വന്നിട്ട് 108 അർത്ഥം. 108 നമ്മൾ എന്താ പ്രശ്നം വയ്ക്കുന്ന ടൈമിൽ വന്നിട്ട് 108 കവടി എടുത്തു വെച്ച് അതിനെ ആ കുളൻ്റെ സ്വർണം കട്ടത്തിൽ വയ്ക്കുമ്പോൾ 3 ഡിവൈഡ് വയ്ക്കും. 3 ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 8 ഹരിച്ചെടുക്കും. ഒരു 3 പാർട്ട് വയ്ക്കും. അതിൽ ഒരു 8 ഡിവൈഡ് ചെയ്തിട്ട് ബാലൻസ് ഇരിക്കുന്നത് അങ്ങേ വെച്ചിടും. അപ്പോൾ അപ്പടി 3 ഇടത്തിലും 8 എടുത്ത് ബാലൻസ് എന്നാ വരുന്നതെന്ന് பார்த்துட்டு അതിൽ എത്ര ബാലൻസ് ഇരിക്കുക, ലെഫ്റ്റ് സൈഡിൽ എവിടെ ഇരിക്കുക, നടുവിൽ എവിടെ ഇരിക്കുക, റൈറ്റ് സൈഡിൽ എത്ര ബാലൻസ് ഇരിക്കുക பார்க்கலாம். അത് വെച്ചിട്ടും ചില വിശേഷமான ഫലങ്ങൾ ചൊല്ലി വെച്ചിരിക്കുക. അതിനെ 3 പാർട്ടായിട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ്, ഇപ്പോൾ ജ്യോതിഷിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഫലങ്ങൾ വന്ന് വാമസ്തേന ഫലം ഭൂതം വർത്തമാനം തു മധ്യത ദക്ഷിണസ്ഥേന ഭാവീനി ഫലാനിച്ച വിരുദ്ധിച്ചത്. അതാണ് വാമഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് അടുത്ത ഭാഗം. അത് വാമസ്തേന ഫലം ഭൂതം. ഇപ്പോൾ നമ്മൾ പാസ്റ്റ് കഴിഞ്ഞു പോയ എല്ലാ ഫലങ്ങളും ഇതിൻ്റെ ഇടത് ഭാഗത്ത് വന്ന സംഖ്യയെ കൊണ്ട് ചൊല്ലിടുവാറ്. വർത്തമാനം തു മധ്യത, ഇപ്പോൾ പ്രസൻറ്റ്, ഇപ്പോൾ നടന്നിരിക്കുന്ന വിഷയങ്ങളെല്ലാം നടുവിലെ ഇരിക്കുന്ന നമ്പർ വെച്ചിട്ട് ചൊല്ല വേണ്ടിയിരിക്കും. അப்புறம் ദക്ഷിണസ്ഥേന ഭാവിനി എൻ്റെ വലത് ഭാഗത്തെ സംഖ്യകളെ വെച്ചിട്ട് നമുക്ക് അവർക്ക് ഫ്യൂച്ചർ എന്നാ നടക്കപ്പോറെന്ന് നമുക്കിത് എന്താ വലത് ഭാഗത്തെ സംഖ്യ വെച്ചിട്ട് പറയും. ഈ ഇതിൽ നമുക്ക് 8 ഹരിച്ച ബാലൻസ് വന്നിട്ട് ടോട്ടൽ 4 വരാം. ടോട്ടൽ ചേർത്താൽ അല്ലേന 12 വരലാം, അതും അല്ലേന 20 വരലാം. ഇപ്പോൾ ഇത് എക്സാമ്പിൾക്കാകെ വെച്ചിട്ട് വന്നിട്ട് 3 2 9 3 2 7 വെച്ചിരിക്കുക. അത് തമ്മിൽ ചേർത്താൽ 3 2 5 7 12 വരുത്. അപ്പോൾ ആ 12 3 വന്നാൽ എന്താ ഗ്രഹം ലെഫ്റ്റ് സൈഡിൽ എന്നെ ഗ്രഹം വരെ ചൊല്ലും. നടുവിൽ 2 വെച്ചാൽ എന്നെ ഗ്രഹം വരെ ചൊല്ലും. അതൊരു ഫലം ചൊല്ല വേണ്ടിയിരിക്കും. ഫ്യൂച്ചറിൽ ഇത് റൈറ്റ് സൈഡിൽ ഒരു ഗ്രഹം ചൊല്ലിയിട്ട് അതൊരു ഫലം ചൊല്ലുന്നു. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് വെച്ചത് പൂർവ്വഫലങ്ങൾ, നടുവിൽ ഇപ്പോൾ പ്രസൻറ്റ് ഫലങ്ങൾ, വലത് ഭാഗത്ത് ഫ്യൂച്ചറിന് വരെ പോവുക ഫലങ്ങളെല്ലാം ചൊല്ല വേണ്ടിയിരിക്കുക ചൊല്ലും. അപ്പോൾ അതിൽ ഇങ്ങനെ ചൊല്ലിയാச்சு. അപ്പുറം ഇതിൽ നല്ല ഫലം ഏതാ കെട്ട ഫലം ഏതാന്ന് നമുക്ക് ഈസിയായി കണ്ടുപിടിക്കണം. അതിൽ ഓജസംഖ്യാസു ശിഷ്ടാസു സുഖാരോഗ്യാദി സമ്പദ യുഗ്മസംഖ്യാ അപൂർവാവ് ഗ്രഹോക്തവ്യാധിമശർ. ഈ ഓജസംഖ്യകളായിട്ട് വരുന്ന ഫലങ്ങളൊക്കെ സുഖം ആരോഗ്യം സമ്പത്ത് നല്ല ഫലങ്ങൾ ചൊല്ലിയിരിക്കുക. ഇരട്ട സംഖ്യ വരുന്നതെല്ലാം ദോഷഫലങ്ങൾ ചൊല്ലിയിരിക്കുക. ഓജസംഖ്യ എന്ന് പറഞ്ഞാൽ 1 3 5 7 ഇതെല്ലാം ഓജസംഖ്യ ചൊല്ലുവാറ്. അതുപോലെ ഫലങ്ങളെല്ലാം നല്ല ഫലം ചൊല്ലി, നല്ല ഗ്രഹങ്ങളും നല്ല ഫലങ്ങൾ ചൊല്ലി വെച്ചിരിക്കുക. 2 4 6 8 ഇതെല്ലാം ദോഷഫലങ്ങൾ ചൊല്ലി വെച്ചിരിക്കുക. അപ്പോൾ ഇതിൽ ഇപ്പോൾ വാമസ്തേന ഫലം. അപ്പുറം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരം അന്തമാരി ചൊല്ലിയിരിക്കുക. ബ്രഹ്മാവ് ഇവിടെ നടുവിൽ, വിഷ്ണു മഹേശ്വരൻ വലത് ഭാഗത്ത്. ബ്രഹ്മാവാമേ ഹരിമധ്യേ ദക്ഷിണേച്ച മഹേശ്വര പിന്നെ സൃഷ്ടി സംഹാരം, സൃഷ്ടിയും സ്ഥിതി സംഹാരം ഇതിന് ചൊല്ലിയിരിക്കുക. അന്തമാരി നിറയെ വിശേഷങ്ങളെല്ലാം ചൊല്ലി വെച്ചിരിക്കുന്ന അഷ്ടമംഗലാണ് ഇത്. അപ്പോൾ അതിൽ നമുക്ക് ഇത് എക്സാമ്പിൾ വെച്ചിട്ട് ഫസ്റ്റ് വന്നിട്ട് അർക്കൻ, അതിലെ ഗ്രഹങ്ങൾ വന്നിട്ട് അർക്കാര ജീവ വിൽ ശുക്രം അന്തചന്ദ്ര ആഹയ ക്രമാൽ ധ്വജധൂമ ഹരിശ്വക്ഷ കരമാതംഗവായസാഹ. ഇങ്ങനെ 8 ഗ്രഹങ്ങൾ ചൊല്ലി വെച്ചിരിക്കുക. സൂര്യൻ ആരംഭിച്ച് സെവ്വ ആരംഭിച്ച് രാഹു വരേക്കും. പിന്നെ ധ്വജം 8 യോനികൾ ധ്വജയോനി ധൂമയോനി അങ്ങനെ 8 യോനികൾ ചൊല്ലിയിരിക്കുക. അപ്പോൾ അതിൽ 3 വന്ന് അർക്കൻ, ആരൻ, ജീവൻ. അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ആരൻ ചൊവ്വ, ജീവൻ വ്യാഴം. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 വന്നതിനാൽ
അർക്കൻ ആരൻ ജീവൻ മൂന്നാമത്തെ பிளானட்ஸ் கிரகம் ஜீவன் வந்திருக்கு. நடுவில் வந்துட்டு அர்க்கன் ஆரன் செவ்வாய் வந்திருக்கு. ഇൻ ഫ്യൂച്ചറിൽ சொல்ல വേണ്ട റൈറ്റ് സൈഡിലെ ഫലങ്ങൾ വന്നിട്ട് അർക്കൻ ആരൻ ജീവൻ വിത്ത് ശുക്ര മന്ദ ചന്ദ്ര ഏഴാമത്തെ ഗ്രഹം ചന്ദ്രൻ മൂൺ വന്നിരിക്കും. ഇനി 8 വന്നാൽ രാഹു, അതുതാണ് കണക്ക്. ഇപ്പോൾ അതിൽ നമുക്ക് ഇங்கே വന്ന അഷ്ടമംഗലത്തിൽ ഓജസംഖ്യ 3, 7, 2 സൈഡിലിരിക്കും, 2 സെൻറ്ററിലും വന്നിരിക്കും. അപ്പോൾ അതിൽ 3, 7 கொஞ்சம் முன்னாடி சொல்லியில் 3, 7 நல்ல ஃபலங்கள் இருக்கும். நடுவில் 2 தான் தோஷ பலங்கள் சொல்லுது. இது மாதிரி சொன்னால் இந்த அஷ்டமங்கலத்தில் வர வேண்டியது ரொம்ப கரெக்டாகிட்டு எக்ஸாக்ட் பலம் தான் சொல்லிடுவார். அதில் குறைகள் இருந்தால் குறைகள் சொல்லலாம், நல்லது இருந்தால் நல்லது சொல்லலாம், அதுக்கு மாற்றமே இல்லை. அது அஷ்டமங்கல அது கிடச்சது வந்துட்டு அது ஃப்யூச்சரில் எல்லா ஃபலங்களும் சொல்லும். இதை உதாரணத்துக்காக ஒரு பலன் மட்டும் இப்போ சொல்கிறேன். அது அர்க்கார ஜீவன் തന്നെ അതിൻ്റെ ഫലം. അതിന് ജീവൻ വന്നാൽ ഫലം ഗുരുദൈവത വിപ്രാണം പ്രസാദജ ശുഭാഗമം ദുഗൂല ഹേമദന്തി അശ്വസുതാപ്തി ഗുരുദേ ഗുരു. അപ്പോൾ എന്താ ഇനി ജീവൻ അഷ്ടമംഗല പ്രശ്നത്തിലെ ഗ്രഹം വന്നാൽ ഗുരുദൈവത വിപ്രാണം ഗുരുക്കന്മാർ, ദൈവതം നമുക്ക് കടവുൾ, വിപ്രാണം വിപ്രന്മാരെ പറഞ്ഞ ബ്രാഹ്മണർ, ഗുരുദൈവത വിപ്രാണം ഈ 3 പേരുടെയും പ്രസാദജം എല്ലാ പ്രസാദം ആശീർവാദം അവർക്ക് കിടക്കും. പിന്നെ ഗുരുദൈവത വിപ്രാണം പ്രസാദ ശുഭാഗമം ദുഗൂല ഹേമദന്തി അശ്വസുതാപ്തി ഗുരുദേ ഗുരു. ദുഗൂലം എന്ന് പറഞ്ഞാൽ പട്ട്, എന്താ പട്ട് വസ്ത്രങ്ങൾ. ഹേമം എന്ന് പറഞ്ഞാൽ ഗോൾഡ്, സ്വർണം. ദുഗൂല ഹേമ ദന്തി, ദന്തി എന്ന് പറഞ്ഞാൽ യാനയിന്ന് അർത്ഥം ഇരിക്ക്. പൂർവ്വകാലത്തിലെ யானை வந்து வாகனமாக யூஸ் பண்ணியிருந்தது. அப்போது இப்போ இந்த காலத்தை நம்ம நல்ல வாகனம் சொல்லலாம். துகூலம் ஹேமம் ദന്തി, ദുഗൂല ഹേമദന്തി അശ്വം. അശ്വം എന്ന് പറഞ്ഞാൽ കുതിര. അപ്പോൾ അതിനും നമുക്ക് അതും വാഹനത്തിൻ്റെ അർത്ഥം. അപ്പോൾ എന്താ ഒരിക്കൽ നല്ല വാഹനങ്ങളെല്ലാം കിടക്കും എന്ന് രഥം ചൊല്ലുവാറ്. ദുഗൂല ഹേമദന്തി അശ്വ സുതാപ്തി, സുതാപ്തി എന്ന് പറയുന്ന സന്താനങ്ങൾ. അപ്പോൾ അവർക്ക് ഈ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ റെമഡി പരിഹാരങ്ങളെല്ലാം ചെയ്താൽ നല്ല സന്താന ഭാഗ്യവും വരും. ദുഗൂല ഹേമദന്തി അശ്വസുതാപ്തി ഗുരുദേ ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം. ആ ഗുരു വന്നിട്ട് ആ അഷ്ടമംഗല പ്രശ്നത്തിലെ ഫലം ചൊല്ലുമ്പോൾ இந்த மாதிரி ശുഭமான ഫലങ്ങളെല്ലാം കൊടുക്കുന്ന അഷ്ടമംഗലത്തിലെ ചൊല്ലിടുവാറ്. നമസ്കാരം.